എല്ലാവർക്കും ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അത് ഓരോന്നായി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു. അവളും വിക്കിയും. അപ്പോഴേക്കും അലക്സും സാറയും ഫിലിപ്പും വന്നിരുന്നു. അവൾ അവരെ നോക്കാതെ എല്ലാം സെറ്റ് ചെയ്ത് കിച്ചണിൽ വന്നു നിന്നു. മുൻപിൽ കിട്ടിയാൽ സാറ തന്നെ എന്തെങ്കിലും വഴക്ക് പറയും എന്നവൾക്ക് ഉറപ്പായിരുന്നു. എന്നാലും ആളെവിടെ പോയി? അവരുടെ കൂടെ കഴിക്കാനൊന്നും കാണുന്നില്ല. അവൾ ആലോചനയോടെ നിന്നു. ഓ, തമ്പുരാട്ടി ഇവിടെ വന്ന് നിൽക്കുവാണോ? സാറയുടെ ശബ്ദം കേട്ടതും അവൾ ഭയത്തോടെ തിരിഞ്ഞു നോക്കി. നീ ഇവിടെ വന്നു നിന്നാൽ ഞങ്ങൾക്കാര് ഫുഡ് സെർവ് ചെയ്യും? അവർ അവളോട് ദേഷ്യത്തോടെ ചോദിച്ചു. അത് ഞാൻ ചെയ്യാം മാം, അവൾ പേടിയോടെ പറഞ്ഞു. അവൾ അവർക്ക് കിടക്കെ നടന്നു. വിദ്യ അവളെ സഹതാപത്തോടെ നോക്കി. ഫിലിപ്പ് പെട്ടെന്ന് തന്നെ കഴിച്ച് എണീറ്റ് പോയി. സാറയും അലക്സും മാത്രമായി അവിടെ. അവർ വേണ്ടാഞ്ഞിട്ടും അവളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ചു കൊണ്ടിരുന്നു. അലക്സിന്റെ കണ്ണുകൾ തെന്നിൽ തന്നെയാണെന്ന് മനസ്സിലായതും അവൾക്ക് ആകെ മടുപ്പ് തോന്നി. അവർ കഴിച്ച് എഴുന്നേറ്റതും അവൾ അവിടെ ക്ലീൻ ചെയ്ത് അകത്തേക്ക് നടന്നു. അവൾ കഴിക്കാനായി ഇരുന്നതും സാറ വന്ന് അവരുടെ റൂമിലേക്ക് അവളെ കൊണ്ടുപോയി. അതാ, അവിടെ ഉള്ളതും ബാത്റൂമിൽ ഉള്ളതുമായ എല്ലാ ഡ്രസ്സും എടുത്തോ, എന്നിട്ട് അലക്കി തേച്ച് കൊണ്ടുവാ. റൂമിൽ എത്തിയതും അവർ സെറ്റിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു. അവൾ തലയാട്ടിക്കൊണ്ട് അതെല്ലാം എടുത്ത് അതിൽ അവരുടെ അടിവസ്ത്രങ്ങൾ വരെ അവൾ കണ്ടു. പിന്നെ ഡ്രസ്സൊന്നും മെഷീനിൽ ഇടരുത്, ബാക്കിൽ കല്ലുണ്ട്, അതിൽ അലക്കിയാൽ മതി. എന്ന് മൂളിക്കൊണ്ട് അവൾ പുറത്തേക്ക് നടന്നു. എവിടേക്കാ പോണേ? അവിടെ അലക്സിന്റെ റൂമിലും ഉണ്ടാവും, അതും പോയി എടുത്തോ. ഇനി മുതൽ ഇതെല്ലാം നീ ചെയ്യണം, അവർ അവളോട് കൽപ്പിച്ചു. തല കുനിച്ച് ഒന്ന് മൂളിയവൾ അലക്സിന്റെ റൂമിലേക്ക് നടന്നു. അവന്റെ റൂമിലേക്ക് കയറാൻ അവൾക്ക് വല്ലായ്മ തോന്നി. അവൾ തിരിഞ്ഞ് സാറയെ നോക്കി. അവളുടെ നോട്ടം കണ്ടതും അവർ അവൾക്കടുത്തേക്ക് വന്നു. ഇതെല്ലാം ചെയ്ത് ഈ 2 റൂമും ക്ലീൻ ചെയ്തിട്ട് മാത്രമേ നിനക്ക് ഇവിടെ നിന്നും പച്ചവെള്ളം പോലും കിട്ടൂ, അതും പറഞ്ഞുകൊണ്ടവർ പുറത്തേക്ക് നടന്നു. അവൾ ഡോറിൽ പതിയെ തട്ടി. അകത്തു നിന്നും ശബ്ദം ഒന്നുമില്ല. വീണ്ടും 2-3 തവണ തട്ടിയിട്ടും മറുപടിയൊന്നുമില്ല. അകത്ത് അലക്സ് ഇല്ലെന്ന് തോന്നി അവൾക്ക്. അവൾ പതിയെ ഡോർ തുറന്നു അകത്തേക്ക് നോക്കി. അവിടെ അവൻ ഇല്ലെന്ന് കണ്ടതും അവൾ ആശ്വാസത്തോടെ അകത്തേക്ക് കയറി. ഡേവിഡിന്റെ റൂമിന്റെ പകുതിയേ ഉള്ളുവെങ്കിലും ലക്ഷറി ഹോട്ടലിലെ റൂം പോലെ തന്നെ അലക്സിന്റെ റൂമ്. അവൾ അവിടെ നിന്നും അലക്കാൻ ഉള്ളതൊക്കെ എടുത്ത് തിരിഞ്ഞതും ഞെട്ടിപ്പോയി. വാതിൽക്കലിൽ ചാരി അവളെയും നോക്കി അലക്സ് നിൽക്കുന്നു. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. അവൻ പതിയെ അകത്തേക്ക് കയറി. തല്ലിനെന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? അതിനിവിടെ സെർവൻ്റ് ഉണ്ടല്ലോ, അവൻ സ്നേഹത്തോടെ പറഞ്ഞു അവളുടെ അടുത്ത് വന്നു നിന്നു. ഞാൻ ചെയ്തോളാം, അവൻ പറഞ്ഞവൾ പുറത്തേക്ക് ഇറങ്ങി. അവന്റെ കണ്ണുകൾ അവളെ പിന്തുടരുന്നത് അവൾ അറിഞ്ഞില്ല. എല്ലാ ജോലിയും കഴിഞ്ഞപ്പോഴേക്കും സമയം 1 മണി ആവാറായി. അവൾക്ക് വിശന്നിട്ട് തല ചുറ്റാൻ തുടങ്ങിയിരുന്നു. ഓരോന്ന് കഴിയുമ്പോഴേക്കും സാറ മനഃപൂർവ്വം അവളെക്കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ചു കൊണ്ടിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവൾ റൂമിലേക്ക് നടന്നതും സാറ അവളെ വിളിച്ചു. എങ്ങോട്ടാ? അവർ ചോദിച്ചു. ഞാൻ റൂമിലേക്ക്. പള്ളിയുറക്കമൊന്നും ഇവിടെ നടക്കില്ല, പോയി വല്ല ജോലിയും ചെയ്യാൻ നോക്ക്, അതും പറഞ്ഞവർ അവളെ നോക്കി. രാത്രി സമയം 10 കഴിഞ്ഞു. ക്ഷീണം കൊണ്ട് അവളുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. സാറ അവളെക്കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ചു കൊണ്ടിരുന്നു. ഇത്രയും സമയം. ഭക്ഷണമെല്ലാം കഴിഞ്ഞ് അവരെല്ലാം അവരുടെ റൂമിലേക്ക് പോയതും അവൾ കിച്ചണിൽ തന്നെ ഇരുന്നു. റൂമിലേക്ക് പോകാൻ പാടില്ലെന്ന് സാറ പറഞ്ഞതുകൊണ്ട് അവൾ അവിടെ തന്നെ ഇരുന്നു. ഇത്ര നേരമായിട്ടും അവനെവിടെ പോയി എന്നവൾ ചിന്തിച്ചു. എന്തിനോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവനൊന്ന് പെട്ടെന്ന് വന്നിരുന്നെങ്കിൽ എന്ന് തോന്നി അവൾക്ക്. മുത്തശ്ശിക്ക് വല്ലതും പറ്റിയാൽ താൻ ആരുമില്ലാത്തവൾ ആകും എന്ന ചിന്ത കൊണ്ട് താനായി ചോദിച്ചു വാങ്ങിയ അതിനർത്ഥം. താനിപ്പോൾ ശരിക്കും ഒരനാഥയെപ്പോലെ. എങ്കിലും അവൻ താൻ വിചാരിച്ച അത്ര മോശം സ്വഭാവം ഉള്ള ഒരാളല്ലെന്ന് തോന്നി അവൾക്ക്. പല്ലവി, പെട്ടെന്നാണ് അവന്റെ ശബ്ദം കേട്ടത്. എന്തോ അവന്റെ ശബ്ദം കേട്ടപ്പോൾ അവൾക്ക് മനസ്സിൽ വല്ലാത്ത ഒരു സന്തോഷം തോന്നി. അവൾ ധൃതിയിൽ ഹാളിലേക്ക് നടന്നു. അവിടെ തന്നെ പ്രതീക്ഷിച്ചു നിൽക്കുന്നവനെ കണ്ടതും മനസ്സിൽ ഒരു തണുപ്പ് തോന്നി അവൾക്ക്. അവനും കണ്ടിരുന്നു തന്റെ ഒരൊറ്റ വിളിക്ക് തെളിഞ്ഞ മുഖത്തോടെ ഓടി വന്നവളെ.
സാധാരണ തന്നെ കണ്ടാൽ ഭയത്തോടെ മാറി നിൽക്കുന്നവളാണ്. ഇന്നെന്തോ ഒരു മാറ്റം. അവൻ അവളെ നോക്കി. മുകളിലേക്ക് നടന്നു. പിറകെ അവളും. റൂമിലേക്ക് കയറിയ പാടെ അവൻ ഡ്രസ് മാറാൻ നിന്നു. ആ അവസരത്തിൽ ഒരു ഡ്രസ്സും എടുത്ത് അവൾ ബാത്റൂമിലേക്ക് കയറി. വേഗത്തിൽ കുളിച്ചിറങ്ങി. അവനും ഫ്രഷാവാൻ വേണ്ടി കയറിയതും അവൾ ഒരു നിമിഷം ആലോചിച്ചു നിന്നു. ഭയങ്കര ക്ഷീണം, ഒന്നുറങ്ങിയാൽ മതി. നിലത്ത് കിടന്നാൽ ഇന്നലെപ്പോലെ അവന് വല്ലതും പറയും. അവൾക്ക് കണ്ണുകൾ അടഞ്ഞു പോകുന്നത് പോലെ തോന്നി. അവൾ ബാത്റൂമിന്റെ അടഞ്ഞു കിടക്കുന്ന വാതിലിലേക്ക് ഒന്ന് നോക്കി. ബെഡിലേക്ക് കയറി ചുമരോട് ചേർന്ന് കിടന്നു. കിടന്നതും അവൾ ഉറങ്ങിപ്പോയി. റൂമിലേക്ക് വന്നപ്പോൾ ബെഡിൽ കിടന്നുറങ്ങുന്ന അവളെ കണ്ടതും അവന് അത്ഭുതം തോന്നി. ഈ പെണ്ണിന്റെ പേടിയൊക്കെ മാറിയോ? അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾക്കടുത്തേക്ക് വന്നു. ചുമരിനോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ മുഖം കാണുന്നുണ്ടായിരുന്നില്ല. ലൈറ്റ് ഓഫ് ചെയ്ത് അവനും അവളുടെ നേർക്ക് തിരിഞ്ഞു കിടന്നു. ഒരു നിമിഷം അവളെ നോക്കിയവൻ മെല്ലെ അവളുടെ അരക്കെട്ടിലൂടെ ചുറ്റിപ്പിടിച്ച് തനിക്കു നേരെ തിരിച്ചു കിടത്തി. അപ്പോഴാണ് അവൻ അവൾ തലക്കടിയിൽ വെച്ച അവളുടെ കയ്യിൽ ഒരു പൊള്ളിയ പാട് കണ്ടത്. അവന്റെ കണ്ണൊന്ന് ചുരുങ്ങി. അവൻ ആ കയ്യിൽ തട്ടാതെ അവളെ തെങ്ങിലേക്ക് വലിച്ചടുപ്പിച്ചു ചുറ്റിപ്പിടിച്ചു. അവളുടെ മൃദുലമായ ശരീരം അവന്റെ ദൃഢമായ ശരീരത്തിൽ അമർന്നപ്പോൾ അവനൊന്ന് വിറച്ചുപോയി. അവളെ തെന്നോട് ചേർത്ത് പിടിച്ച് സ്വയം നിയന്ത്രിച്ച് അവൻ കണ്ണുകൾ അടച്ചു. രാവിലെ എണീക്കുമ്പോൾ ശരീരത്തിൽ എന്തോ ഭാരം തോന്നി അവൾക്ക്. നോക്കിയപ്പോൾ തന്നെ ചേർത്ത് പിടിച്ചു കിടക്കുന്ന ദേവിയെ കണ്ടതും അവളൊന്ന് ഞെട്ടി. അവനെ ഉണർത്താതെ കൈകൾ മാറ്റി അവൾ എഴുന്നേറ്റ്. അവന്റെ മുഖത്തേക്ക് നോക്കിയതും എന്തോ ഒരു സന്തോഷമോ സമാധാനമോ ഒക്കെ തോന്നി അവൾക്ക്. മുത്തശ്ശിയെ കണ്ടിട്ട് ഇന്നേക്ക് ഒരാഴ്ചയായി. ഇന്നുവരെ മുത്തശ്ശിയെ കാണാതെ ഒരു ദിവസം താൻ മാറി നിന്നിട്ടില്ല. വീട്ടിൽ പോകാൻ അവനോട് ചോദിക്കാൻ അവൾക്ക് ഭയം തോന്നി. അവനെയാണെങ്കിൽ രാവിലെ കണ്ടാൽ പിന്നെ പാതിരാത്രിക്ക് കാണൂ. പോകുന്നതും വരുന്നതും ഒന്നും അവൾ അറിയാറില്ല. അവൻ പറയാറും അവൾ ചോദിക്കാറുമില്ല. അവൻ പോയാൽ വരുന്നത് വരെ അവൾ സാറയുടെ സെർവന്റാണ്. എങ്കിലും ഓരോ ദിവസവും പുലർന്നാൽ പിന്നീട് അവൾ കാത്തിരിക്കുന്നത് അവൻ തിരിച്ചു വരുന്നതാണ്. എന്തോ അവനുള്ളപ്പോൾ മനസ്സിൽ ഒരു സന്തോഷമുണ്ട്. താൻ തനിച്ചല്ല എന്ന് അവനെ കാണുമ്പോൾ തോന്നും. എടീ! സാറയുടെ അലച്ച കേട്ടതും അവൾ ഞെട്ടി എഴുന്നേറ്റു. ഇവിടെ സ്വപ്നം കണ്ടിരിക്കാതെ അലക്സിന്റെ റൂമിൽ അവന്റെ ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്തു വെക്ക്. ഇവിടെ നിന്നും മൂക്കും മുട്ട തിന്നുന്നുണ്ടല്ലോ, അപ്പോൾ വല്ല ജോലിയും ചെയ്തുകൂടെ? അവർ നിന്ന് തുള്ളി. അവൾ എണീറ്റ് അലക്സിന്റെ റൂമിലേക്ക് നടന്നു. രാവിലെ തുടങ്ങിയ ജോലിയാണ്. ഇപ്പോഴാണ് ഒന്നിരിക്കാൻ സമയം കിട്ടിയത്. എന്തൊക്കെ എത്രയൊക്കെ ചെയ്തു കൊടുത്താലും അവരുടെ വായിൽ നിന്നും എങ്ങനെയൊക്കെ കേൾക്കുകയുള്ളൂ. അവൾക്കതിപ്പോൾ ശീലമാണ്. വല്ലാതെ മനസ്സുമടുക്കുമ്പോൾ അവൾക്ക് അവനെ കാണാൻ തോന്നും. ആദ്യമൊക്കെ മനസ്സിൽ സങ്കടം വരുമ്പോൾ മുത്തശ്ശിയൊന്ന് കെട്ടിപ്പിടിച്ച് കിടന്നാൽ മാറുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഡേവിഡിനെ കാണാനാണ് തോന്നുക. അവനുള്ളപ്പോൾ തന്നെ ആരും ഒന്നും പറയില്ല, ഒരു നോട്ടം കൊണ്ടുപോലും. അവൾ താലി കയ്യിലെടുത്ത് അതിലേക്കൊന്ന് നോക്കി. അലക്സിന്റെ റൂമിലേക്ക് കയറാൻ അവൾക്ക് ഭയം തോന്നി. ഈയിടെ ആയി കോഫിയോ മറ്റോ കൊടുക്കുമ്പോഴൊക്കെ അവൻ അറിയാത്ത രീതിയിൽ അവളുടെ കയ്യിൽ മെല്ലെ തലോടും. അവൾ അവന്റെ ഡോറിൽ മെല്ലെ മുട്ടി. അകത്തു നിന്നും ശബ്ദം ഒന്നുമില്ല. അവൾ ഡോർ തുറന്ന് അകത്ത് കയറി. അവൾ വാഷ് ചെയ്ത് ഉണക്കിയ ഡ്രസ് എടുത്ത് ടേബിളിൽ നിവർത്തിയിട്ടതും പിറകിൽ നിന്നും അരയിലൂടെ അവളെ ഒരു കൈ ചേർത്ത് പിടിച്ചു. അവളൊരു പിടച്ചിലോടെ ഞെട്ടിമാറിയതും കണ്ടു. ഒരു വഷളൻ നോട്ടത്തോടെ തന്റെ അടുത്ത് നിൽക്കുന്ന അലക്സിനെ.